നല്ല സന്തോഷത്തിലല്ലേ കിടന്നുറങ്ങണത്? അതേപോലെയുള്ള സന്തോഷം അവർക്കും ഇനിയും വേണ്ടേ? നഷ്ടപ്പെട്ടവർക്ക് വീടും അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ വീടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടവർക്കോ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യണം? അവിടേക്ക് എത്തിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരോടും കാശ് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ റസീന മേമും ഷെൻവരൊക്കെ ഉണ്ടാക്കിയ മേമാരുണ്ടാക്കിയ വീടാണത്. ആ വീട്ടിലേക്ക് നമ്മളാൽ കഴിയുന്ന പൈസ കൊണ്ടുവന്ന ക്യാഷ് അതിലേക്ക് ഇടാം. എന്നിട്ട് നമ്മള് അതിന്റെ ആളുകളിലേക്ക് കൊടുത്തിട്ട് അപ്പൊ അവർ ആ ക്യാഷൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യോ? വയനാട്ടില് വീടുണ്ടാക്കുന്ന ആളുകളെ ആ ക്യാഷ് കൊടുക്കും. നമുക്കറിയാലേ കൊറേ ദിവസമായിട്ട് നമുക്ക് സ്കൂളുകളിൽ ലീവായിരുന്നു അല്ലേ? അതെന്തോ സംഭവിച്ചത് നമ്മുടെ നാട്ടിലെ? വെള്ളപ്പൊക്കം വന്നു. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കൂടിയില്ലേ? എങ്ങനെയാ വെള്ളം കൂടിയത്? മഴ പെയ്തപ്പോ വയനാട്ടിൽ എന്താ സംഭവിച്ചത് എന്നറിയോ? ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരു ഭാഗം, ഒരു നാട് മുഴുവനും ഇടിഞ്ഞു വീണ് ഒരുപാട് ആളുകള് താഴേക്ക്, വീടുകളും അതേപോലെ മരങ്ങളും മനുഷ്യരും ഒക്കെ ഇടിഞ്ഞൊരു നാട് മൊത്തം അങ്ങോട്ട് ഇല്ലാതായി മാറിയിട്ടുണ്ട് അല്ലേ? ഒരു ന്യൂസിലൊക്കെ കണ്ടാ? ഒത്തിരി നമ്മളെ പോലെ വീടുകളിൽ രാത്രി കിടന്നുറങ്ങിയ ഉമ്മയുടെ ഉപ്പയുടെ ഒക്കെ കൂടെ കിടന്നുറങ്ങിയ കുട്ടികളാണ് രാത്രി പെട്ടെന്ന് മഴ പെയ്തിട്ട് മേലെന്ന് മണ്ണും മരങ്ങളൊക്കെ ഒന്നായിട്ട് ഒലിച്ചു വന്ന് എന്തായി? അവരുടെ വീടുകളും ഒക്കെ നഷ്ടപ്പെടാണല്ലേ? അപ്പൊ കുറെ ആളുകൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നു. ഇല്ല വയനാട്ടിലാണ് കേട്ടോ. അൽഹംദുലില്ലാഹ് നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ കുറെ നിങ്ങളെ പോലെ കുറെ കുട്ടികൾ വീടിന്റെ അടിയിലായി പോയി. അങ്ങനെ കുറെ ആളുകൾ മരണപ്പെട്ടു അല്ലെ? പിന്നെയോ രക്ഷപ്പെട്ടവർക്ക് ഇനി വീടുണ്ടോ? ഇല്ല, വീടില്ല, അവരുടെ ഡ്രസ് ഇല്ല, അവരുടെ കയ്യിലെ കാശുകൾ മൊത്തം മണ്ണിൽ ഒലിച്ചു പോയി. അങ്ങനെ അവര് ഫുൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഒന്നുമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. വീടില്ല, വസ്ത്രങ്ങളില്ല, സ്കൂളിൽ പോവാൻ സ്കൂളില്ല. അങ്ങനെ എല്ലാം മണ്ണിൽ ഒലിച്ചു പോയില്ലേ? ഇനി അവരെന്ത് ചെയ്യണം? നമ്മളെപ്പോലെ വീടും അതേപോലെ ജോലിയും ഡ്രസ്സും ബുക്കും ഒക്കെ ഉള്ളവരാക്കി മാറ്റണ്ടേ? വേണ്ടേ? അപ്പൊ ആരൊക്കെ സഹായിക്കണം? നമ്മളെ സഹായിക്കണം. നമ്മളെ പോലെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അവരെ സഹായിക്കണം അല്ലെ? നമ്മുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും അതേപോലെ നാട്ടിലുള്ള ആളുകൾക്കും പ്രയാസം ഉണ്ടായാൽ ആരാ സഹായിക്കേണ്ടത്? നമ്മൾ സഹായിച്ചാൽ അവർക്ക് പ്രയാസങ്ങളും നീങ്ങി കിട്ടും. പിന്നെയോ നമുക്കെന്താ കിട്ടുക? സ്വർഗം കിട്ടൂലേ? അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടും. അതുവഴി നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം അല്ലെ? അപ്പൊ നമുക്ക് സ്വർഗത്തിലേക്ക് പോവാനും അവർക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കി ഇതേപോലെ ഒരു കുഞ്ഞു വീട് അവർക്കും വേണ്ടേ? എന്നിട്ട് നമ്മള് അതിന്റെ ആളുകളിലേക്ക് കൊടുത്തിട്ട് അപ്പൊ അവർ ആ ക്യാഷൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യോ? വയനാട്ടില് വീടുണ്ടാക്കുന്ന ആളുകളെ ആ ക്യാഷ് കൊടുക്കും. അപ്പൊ നിങ്ങളെ പൈസനോട് എന്തായി? ഒരു വീടായിട്ട് മാറും. അപ്പൊ ആ വീട്ടിൽ താമസിക്കുന്നവരെന്നും പ്രാർത്ഥിക്കും. ഇങ്ങനെ നമ്മള് വീടുണ്ടാക്കിയ ആളുകൾക്ക് ഈ സ്വർഗം കൊടുക്കണേന്ന് പ്രാർത്ഥിക്കില്ലേ? അപ്പൊ ആ പ്രാർത്ഥന